ഇത് മക്രേരി ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രം. ലോക നന്മയെ മുൻനിർത്തിക്കൊണ്ടും ജനങ്ങളുടെ ഭാവി ശ്രേയസ്സിനു വേണ്ടിയും ഋഷീശ്വരന്മാരും അവതാര പുരുഷന്മാരും ദേവത ആരാധനയ്ക്ക് അനുയോജ്യമായ നിരവധി ദേവാലയങ്ങൾ ഭാരതത്തിലെങ്ങും സ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്രകാരം ശ്രീരാമദാസനും ഭക്താഗ്രേസരനുമായ സാക്ഷാൽ ആഞ്ജനേയ സ്വാമികൾ പ്രതിഷ്ഠ നിർവഹിച്ച ക്ഷേത്രമാണ് മക്രേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. കിഴക്ക് ദർശനമായി 2 ശ്രീകോവിലുകൾ ഇവിടെയുണ്ട്. തെക്കേടം, വടക്കേടം എന്നീ പേരുകളിലാണ് ഈ 2 ശ്രീകോവിലുകളും അറിയപ്പെടുന്നത്. രണ്ടിടത്തും ആരാധനാമൂർത്തിയായി ഭഗവാൻ സുബ്രഹ്മണ്യൻ കുടികൊള്ളുന്നു. വടക്കേടത്ത് ശ്രീകോവിലിന്റെ മുഖമണ്ഡപത്തിൽ ആഞ്ജനേയ സ്വാമികളുടെ പ്രതിഷ്ഠയുണ്ട്. കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരി പഞ്ചായത്തിലാണ് ശ്രീ മക്രേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂരിൽ നിന്നും കൂത്തുപറമ്പിലേക്ക് പോകുന്ന റോഡിൽ 9 കിലോമീറ്റർ യാത്ര ചെയ്താൽ മൂന്നുപെരിയ ജംഗ്ഷനിലെത്താവുന്നതാണ്. ഇവിടെ നിന്നും 3 കിലോമീറ്റർ വെള്ളച്ചാൽ റോഡിൽ യാത്ര ചെയ്താൽ ക്ഷേത്രത്തിൽ എത്താൻ കഴിയും. ത്രേതായുഗത്തിലാണ് ക്ഷേത്രപ്രതിഷ്ഠ നടന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ബാലിവധത്തിന് ശേഷം ശ്രീരാമ ലക്ഷ്മണന്മാർ സീതയെ അന്വേഷിച്ച് സഞ്ചരിക്കവേ ഇന്ന് പെരളശ്ശേരി എന്ന് പ്രസിദ്ധമായി തീർന്ന പ്രദേശത്തെത്തിച്ചേർന്നു. ഹിമാലയത്തിലെത്തിയ ഹനുമാൻ വിഗ്രഹത്തിനായി തെരച്ചിൽ നടത്തി. ഒടുവിൽ പവിത്രമായ സുബ്രഹ്മണ്യ വിഗ്രഹം ഹനുമാന്റെ ദൃഷ്ടിയിൽപ്പെടുകയും ശ്രീരാമചന്ദ്ര ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് വിഗ്രഹവുമായി ഹനുമാൻ യാത്രയാവുകയും ചെയ്തു. പ്രതിഷ്ഠയ്ക്ക് അനുയോജ്യമായ ഉത്തമ മുഹൂർത്തം കുറിച്ച് കാത്തിരിക്കുകയായിരുന്നു ഭഗവാൻ. എന്നാൽ മുഹൂർത്ത സമയത്ത് വിഗ്രഹവുമായി ആഞ്ജനേയൻ എത്താതെ വന്നപ്പോൾ ഭഗവാൻ ശ്രീരാമൻ തന്റെ കയ്യിലുള്ള പെരുവള യൂരി സുബ്രഹ്മണ്യ സങ്കല്പം ചെയ്ത് അവിടെ യഥാവിധി പ്രതിഷ്ഠിച്ചു. ഭഗവാൻ പ്രതിഷ്ഠ നടത്തി അല്പനേരം കഴിഞ്ഞപ്പോൾ സുബ്രഹ്മണ്യ വിഗ്രഹവുമായി ആഞ്ജനേയൻ മനോവേഗത്തിൽ പറന്നെത്തി. എന്നാൽ താൻ എത്തുമ്പോഴേക്കും പ്രതിഷ്ഠ കഴിഞ്ഞുവെന്ന് മനസ്സിലാക്കിയ ഹനുമാൻ ആകെ സങ്കടത്തിലായി. തന്റെ ഹൃദയത്തിൽ എന്നും കുടികൊള്ളുന്ന ശ്രീരാമചന്ദ്രന്റെയും സീതാദേവിയുടെയും സ്ഥാനത്തിന് പകരമായി വല്ലീപരിണയ സുബ്രഹ്മണ്യ വിഗ്രഹത്തിനായി പുറപ്പെട്ടതിലും പ്രതിഷ്ഠാ മുഹൂർത്തത്തിനു മുമ്പ് മടങ്ങിയെത്താൻ കഴിയാത്തതിലും ഉള്ള ശ്രീ ഹനുമാന്റെ ഭക്തി പശ്ചാത്തല വിവശത കണ്ട ശ്രീരാമ ഭഗവാൻ തന്റെ ദാസനെ സാന്ത്വനിപ്പിച്ചു. ഹിമാലയത്തിൽ നിന്നും കൊണ്ടുവന്ന സ്കന്ദ വിഗ്രഹം ഒരു ചുവട് വടക്കുമാറി ഹനുമാൻ തന്നെ പ്രതിഷ്ഠിച്ച് പരിപാലിച്ച് ഭക്തസേവ നടത്തണമെന്ന് ശ്രീരാമ ഭഗവാൻ അരുളി ചെയ്തു. ഭഗവാൻ പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തുന്ന ഭക്തർ ആഞ്ജനേയൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രത്തിലും ദർശനം നടത്തണമെന്നും എന്നാൽ മാത്രമേ അവർക്ക് പൂർണ്ണ ഫലപ്രാപ്തി കൈവരികയുള്ളൂ എന്നും അരുളി ചെയ്തു. അതുപ്രകാരം ശ്രീ ഹനുമാൻ സ്വാമി ഭഗവാൻ ശ്രീരാമൻ നിർദ്ദേശിച്ച സ്ഥലത്ത് പ്രതിഷ്ഠ നടത്തുകയും അഭിഷേക ജലത്തിനായി വാൽ കൊണ്ടടിച്ച് വലിയ ചിറ പ്രത്യക്ഷപ്പെടുത്തുകയും ചെയ്തു. പ്രതിഷ്ഠയ്ക്ക് അനിയന്ത്രിതമായ ശക്തി ചൈതന്യമാണ് കൈവന്നത്.
പ്രധാന പ്രതിഷ്ഠ സുബ്രഹ്മണ്യ സ്വാമിയാണെങ്കിലും ഭക്തജനങ്ങൾ കൂടുതലായും വരുന്നത് ഹനുമാനെ ദർശിക്കാനാണ്. എല്ലാ ദിവസവും രാത്രി ആഞ്ജനേയൻ ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയെ പൂജിക്കാറുണ്ട് എന്നാണ് വിശ്വാസം. നടയടച്ചു കഴിഞ്ഞാൽ പിന്നെ ക്ഷേത്ര പരിസരത്ത് ആരും ഉണ്ടാവാൻ പാടില്ല. ഈ സമയത്ത് ക്ഷേത്രച്ചിറയിൽ മുങ്ങിക്കുളിച്ച് ശ്രീകോവിലിൽ വന്ന് ആഞ്ജനേയ സ്വാമികൾ പൂജ നടത്തുന്നു എന്നാണ് ഭക്തജനങ്ങൾ വിശ്വസിച്ചു വരുന്നത്. ക്ഷേത്ര സമുച്ചയം സ്ഥിതി ചെയ്യുന്ന പറമ്പിൽ നിന്നും അല്പം മാറി ഏകദേശം 1 ഏക്കറിലധികം വിസ്തീർണമുള്ള ക്ഷേത്രച്ചിറയുണ്ട്. ഒരിക്കലും വറ്റാത്ത തെളിനീരോടുകൂടിയ ഈ ക്ഷേത്രച്ചിറ അഭിഷേക ജലത്തിനായി ശ്രീ ഹനുമാൻ വാലുകൊണ്ടടിച്ച് നിർമ്മിച്ചതാണത്രേ. ഒരു കാലത്ത് നാടിന്റെ സാമൂഹിക സാംസ്കാരിക മണ്ഡലത്തിൽ പ്രഭ ചൊരിഞ്ഞ ചരിത്രപ്രധാനവും പുണ്യപുരാതനവുമായ ഈ മഹാക്ഷേത്രത്തിൽ മരത്തിലും കല്ലിലുമുള്ള നിരവധി കൊത്തുപണികൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ കൊത്തുപണികളും ചുമർച്ചിത്രങ്ങളും ഏറെ കാലമായി നാശത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. പുരാണ പ്രധാനമായ മക്രേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഇന്ന് ശുദ്ധ സംഗീതജ്ഞരുടെ സംഗമഭൂമി കൂടിയായി മാറിയിരിക്കുകയാണ്. പ്രശസ്ത സംഗീതജ്ഞനായ ദക്ഷിണാമൂർത്തി സ്വാമികൾ തന്റെ പുരസ്കാരങ്ങളെല്ലാം ഇവിടുത്തെ സരസ്വതി മണ്ഡപത്തിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഡിസംബർ മാസം 28, 29, 30 തീയതികളിൽ മക്രേരി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അഖണ്ഡ സംഗീത യജ്ഞം നടന്നുവരുന്നു. ആഞ്ജനേയ ലക്ഷാർച്ചനയാണ് മറ്റൊരു പ്രധാന വിശേഷം. മൂന്ന് പൂജയാണ് ഇവിടെ. തന്ത്രം എരിവേശി പുടവർ ഇല്ലത്തിനാണ്. എല്ലാ മാസത്തെയും ഷഷ്ഠി, ഹനുമാൻ ജയന്തി, ശിവരാത്രി, മകരമാസത്തിലെ തൈപ്പൂയം എന്നിവയാണ് മറ്റു പ്രധാന വിശേഷ ദിനങ്ങൾ. ആഞ്ജനേയ സ്വാമികൾക്ക് പുറമെ മഹാവിഷ്ണു, ഗണപതി എന്നീ ഉപദേവന്മാരും ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു.
പരിപാവനമായ വിശ്വാസങ്ങളും ആരാധനയും നിലനിൽക്കുന്ന ഈ ക്ഷേത്ര സങ്കേതം മക്രേരി നാടിന്റെ തിലകക്കുറിയായി ശോഭിച്ച് ഭക്തജനങ്ങളിൽ അനുഗ്രഹം ചൊരിയുകയാണ്.